ഒരുപാട് പേര് എന്നെ കാണുന്നവര് ചോദിക്കുന്നുണ്ട്. ഇപ്പം പഴയതുപോലെ വർക്കിന്റെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാറില്ലല്ലോ. സംഭവം വേറൊന്നും കൊണ്ടല്ല കേട്ടോ. വർക്കുള്ള സമയത്ത് നമുക്ക് ഈ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ്. അത് മാത്രമല്ല വണ്ടിയിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ ഹെൽപ്പിന് ഒരാളുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതൊക്കെ കൊണ്ടാണ് ഞാൻ വർക്കിന്റെ വീഡിയോസ് ഒന്നും അധികം പോസ്റ്റ് ചെയ്യാത്തത്. ചിലരൊക്കെ വിചാരിക്കുന്നത് വ്ളോഗൊക്കെ ചെയ്തിപ്പം നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് വർക്ക് വിട്ടിട്ട് വ്ളോഗിന്റെ ഫീൽഡിലോട്ട് വരുന്നത്. അങ്ങനെയൊന്നും ഒരിക്കലും അല്ല. നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ വീഡിയോസ് ഷൂട്ട് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് ഇടണം എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ്. ചില സമയങ്ങളിൽ നമ്മൾ വലിയ തിരക്കില്ലാത്ത ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് നമുക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ അത്യാവശ്യം രണ്ടടുത്ത് വർക്കുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവന്റ് മാനേജ്മെന്റ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ പേര് പറയുന്ന പോലെ മാനേജ് ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഫുഡ് അറേഞ്ച്മെന്റ്സ്, അതുപോലെ തന്നെ അവിടുത്തെ ടേബിൾ അറേഞ്ച്മെന്റ്സ്, ഈ സർവീസ് ചെയ്യുന്ന ബോയ്സിന്റെ കാര്യം, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ പിടിപ്പത് പണിയായിരിക്കും ഒരു വർക്കുള്ള ദിവസം എന്ന് പറയുന്നത്. എന്നാലും നമ്മൾ വളരെ ആസ്വദിച്ചാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് തന്നെ. കാരണം വേറെ ഒന്നുമില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പയ്യന്മാരാണ് ഇതുപോലെ നമ്മളെ കൂടെ എന്നും വർക്കിനുള്ളത്. വൈകുന്നേരങ്ങളിലെ പരിപാടിയായിരിക്കും കൂടുതലുള്ളത്. വൈകിട്ടത്തെ പരിപാടിയാണെങ്കിൽ ഈ ലോഡിങ്ങും അൺലോഡിങ്ങും എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടില്ല, അത്രയ്ക്ക് സാധനങ്ങളായിരിക്കും നമ്മൾ കടയിൽ നിന്ന് കയറ്റി കൊണ്ടുവന്നത്. എന്തായാലും കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അതുപോലെ തിരിച്ച് കടയിൽ കൊണ്ട് ഇറക്കുമ്പോഴത്തേക്ക് നമ്മുടെ വർക്ക് ഏകദേശം കഴിയും. എപ്പോഴും തീരുമ്പോഴത്തേക്ക് ഒരു 11-12 മണിയാവും. എന്നാലും കുഴപ്പമില്ല, സാധനങ്ങൾ കടയിൽ കൊണ്ട് ഇറക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സംതൃപ്തി കിട്ടും കേട്ടോ. കാരണം രാവിലെ തൊട്ട് വൈകിട്ട് ഒരു അധ്വാനിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ ഒന്ന് തന്നെയാണ്.